ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിലെ ഫുട്ബോൾ ഭ്രാന്തിനെ മുഴുവൻ വീണ്ടും തട്ടിപ്പിനിരയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വലിയൊരു തട്ടിപ്പ് നടത്താൻ ആൻഡ്രോയ്ക്കും സംഘത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 2016 മാംഗോ തട്ടിപ്പ്, ഫോൺ തട്ടിപ്പ് മുതൽ ഇങ്ങോട്ട് കേരളത്തെ ഇത്ര സമർത്ഥമായി പറ്റിക്കുന്ന ഒരു കുടുംബം വേറെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് കൃത്യമായ പിന്തുണയും ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇടപാടുകളെ മൊത്തം നോക്കുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായ പങ്കുണ്ട്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ട്, സംസ്ഥാനത്തെ കായിക മന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ട്. കാരണം ഇവരാരും അറിയാതെ മുൻ സർക്കാരിന്റെ കൃത്യമായി ഇവർക്ക് ആർക്കും അറിയാതെ ഇത്തരമൊരു നടപടി കേരളത്തിൽ നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിലെ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നത്? ആൻഡോ അഗസ്റ്റിൻ വലിയ രീതിയിൽ പ്രഖ്യാപനമൊക്കെ നടത്തി പറഞ്ഞ 126 കോടി രൂപ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ കൈമാറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇടപാടിന് യാതൊരു രേഖകളുമില്ല, യാതൊരു കരാറുകളുമില്ല, ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തരത്തിലുള്ള ഡോക്യുമെന്റുകളുമില്ല. എല്ലാം ഈ പറഞ്ഞ ആൻഡോ അഗസ്റ്റിന്റെ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ 126 കോടി കൈമാറിയതിന് രേഖകളില്ല എന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൽ FCRA വയലേഷൻ നടന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ പറയുന്ന രീതിയിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നടക്കമുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നുണ്ടല്ലോ. ഇനി നമുക്കിതിൻ്റെ ഒരു കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാം. ഈ പറഞ്ഞ മുൻ സർക്കാരിന്റെ കാലത്ത് മെസ്സി വരും എന്ന രീതിയിൽ ഈ പറഞ്ഞ പ്രചരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന് തുടക്കമിടുന്നത്? ആദ്യം കളമശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ഒരു ഏജൻസിയാണ് സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നത്. അതായത് തങ്ങൾ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ്. 2023 ജൂലൈയിലാണ് ടീമിനെ കൊണ്ടുവരാം എന്ന് കാട്ടി സംസ്ഥാന സർക്കാരിന് കത്തയക്കുന്നത് ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്ന ഏജൻസി. ഈ ഏജൻസിയുടെ ഏറ്റവും വലിയ രസകരമായ കാര്യം, ഇത്തരമൊരു കത്ത് സർക്കാരിന് നൽകുന്നതിന് വെറും 20 ദിവസം മുമ്പ് മാത്രമാണ് ഏജൻസി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ പറയുന്ന ഇതാണ് ആദ്യം മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു വന്നത്. എന്നാൽ പിന്നീട് അത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായി മാറുന്നു. അവരാണ് അതിൻ്റെ മുഖ്യ സ്പോൺസർമാരായി മാറുന്നു. ഇതിലേറ്റവും രസകരമായ വസ്തുത, ഇതിന് രണ്ടിനും ഒരേ അഡ്രസ്സാണ്. ഈ പറഞ്ഞ ആദ്യം കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഏജൻസിക്കും റിപ്പോർട്ടറിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ രജിസ്റ്റർ അഡ്രസ്സും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആൻഡോ അഗസ്റ്റിന്റെ മറ്റൊരു തട്ടിപ്പ് കമ്പനിയായിരുന്നു അത് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഈ പറയുന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നു, മുഖ്യമന്ത്രി യോഗങ്ങൾ വിളിക്കുന്നു, മെസ്സി എത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കൊച്ചി കലൂർ സ്റ്റേഡിയം 5 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് നൽകേണ്ട ഒരു സ്റ്റേഡിയത്തിന് 1 രൂപ പോലും ഡെപ്പോസിറ്റ് നൽകാതെ ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിന്റെ കമ്പനിക്ക് ഇത് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം കൃത്യമായ ഇടപെടൽ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരുമായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു കരാർ ഒപ്പിട്ടതായി രേഖയില്ല. സംസ്ഥാന സർക്കാരും ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കരാർ ഒപ്പിട്ടതായിട്ടുള്ള രേഖയില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ തന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് 126 കോടി രൂപ അമേരിക്കയിലെ ഒരു തട്ടിപ്പ് ഏജൻസിക്ക്, അവർക്കെതിരെ അവിടെ ഇപ്പോൾ കേസുകൾ നടക്കുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, ആ ഏജൻസിക്ക് കൈമാറാൻ കേന്ദ്രാനുമതിക്ക് വേണ്ടി കത്തയച്ചത് കേരള സർക്കാരാണ്. ഏതെങ്കിലും ഒരു കരാറില്ലാതെ, ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ ഏജൻസി പറഞ്ഞത് മാത്രം വിശ്വസിച്ചുകൊണ്ട് തങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഒഴിവാൻ സർക്കാരിന് കഴിയുമോ? ഒറ്റക്കാരി ചോദിച്ചോട്ടെ, ഈ പണം സർക്കാരാണോ നൽകിയത് അതോ സ്പോൺസറാണോ നൽകിയത്? സ്പോൺസർ ഒരു കമ്പനി, ഒരു സ്വകാര്യ കമ്പനിയായ സ്പോൺസർ മറ്റൊരു സ്വകാര്യ ഏജൻസിക്ക് പണം നൽകാനുള്ള അനുമതി തേടുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടനില വന്നു എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതെ, അത് ഏറ്റവും വലിയ കാര്യം. ഈ പണം നൽകിയിട്ടില്ല എന്നുള്ളതിന് ഒരു രേഖകളില്ല എന്നുള്ളത് നമ്മൾക്കിപ്പോൾ വ്യക്തമാണല്ലോ. അപ്പോൾ ഇതിനിടയിൽ സംസ്ഥാന സർക്കാർ എങ്ങനെ ഇടപെട്ടു? സർക്കാർ ഈ പറയുന്ന രീതിയിൽ ഒരു കരാറില്ലാത്തൊരു സംവിധാനത്തിന് വേണ്ടി, ഓക്കെ, കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാനാണെങ്കിലും ശരി, ഒരു കരാറില്ലാത്തൊരു സംവിധാനത്തിന്റെ ഭാഗമായി മാറിയത് എങ്ങനെ? കേന്ദ്ര സർക്കാരിന് എങ്ങനെ ഫെമ റൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ രേഖകൾ പരിശോധിക്കാതെ ഉദ്യോഗസ്ഥർ ഈ കത്തയക്കുമോ? അവിടെയാണ് ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളെ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസസ്സിനെ കൃത്യമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ പ്രദീപ് ചൂണ്ടിക്കാട്ടിയ അതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞ സ്പെയിൻ യാത്ര. മെസ്സിയെ ക്ഷണിക്കാനെന്ന് പറഞ്ഞ് അബ്ദുറഹ്മാനും സംഘവും സ്പെയിനിൽ പോയി, ഒരാഴ്ച അവിടെ ചെലവഴിച്ചു, നാടൊക്കെ ചുറ്റി കണ്ടു, തിരിച്ചു വന്നു. മെസ്സി എന്തായാലും വരും, മെസ്സി വരും കേട്ടോ, ആ ഡയലോഗാണ്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപനവും നടത്തി. അപ്പോൾ വീണ്ടും ചോദ്യം വരുന്നു, എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ, എന്ത് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ, ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ 13 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഈ പറയുന്ന മന്ത്രിയും സംഘവും അവിടെ പോയത്? പിന്നെ അടുത്ത ചോദ്യം, മുഖ്യമന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചെടുത്ത് ഈ കള്ളക്കൂട്ടങ്ങളുമായി യോഗം ചേർന്നത്, ഈ പറയുന്ന സ്റ്റേഡിയം വിട്ടുകൊടുത്തത്? അപ്പോൾ ഒരു രേഖയുമില്ലാതെ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിപ്പോർട്ടർ TVയുടെ ഉടമസ്ഥനായിട്ടുള്ള മരമുറി കേസിലെ പ്രതികളായിട്ടുള്ള ഈ വിഭാഗത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നിൽ അഴിമതിയോ കള്ളപ്പണ ഇടപാടുകളോ കോഴ ഇടപാടുകളോ നടന്നിട്ടുമുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2021 മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവാദ ഉത്തരവ് നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ വനംവകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള, ഇപ്പോഴത്തെ അതിനുശേഷം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ഡോക്ടർ കെ ജയതിലക IAS എഴുതി പുറത്തിറക്കിയ നമുക്ക് ഓർമ്മയുണ്ടല്ലോ.
അന്ന് ആ ഉത്തരവ് പിന്നീട് കോടതി റദ്ദാക്കി. അപ്പോൾ അന്നും ഇവർക്ക് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൽ ഈ പറയുന്ന കള്ളക്കൂട്ടങ്ങൾക്ക് ഈ ആന്റോയ്ക്കും സംഘത്തിനും കൃത്യമായ ബന്ധവും ഇടപാടുകളും ഇടപെടലുകളും ഉണ്ടായി.